ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിനെ വിമർശിച്ച് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് കൈഫ് എത്തിയത് ശ്രദ്ധേയമാവുകയാണ്. ഇന്ത്യയുടെ യുവ ടെസ്റ്റ് ടീമിന് മുമ്പിൽ ദയനീയ പ്രകടനം കാഴ്ചവെക്കുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ വമ്പന്മാരായ ഇംഗ്ലണ്ട്. 5 മത്സര ടെസ്റ്റ് പരമ്പരയിലെ ഒന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ജയിച്ചെങ്കിലും രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ടീം ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയുടെ ബൗളിംഗ് നിരയുടെ പോരായ്മയാണ് ഇംഗ്ലണ്ടിനെ തുണച്ചതെങ്കിൽ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയുടെ ബൗളിംഗ് നിര തന്നെ ഇംഗ്ലണ്ടിന് വില്ലനായി. ഈ സാഹചര്യത്തിലാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിനെ വിമർശിച്ച് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് കൈഫ് രംഗത്തെത്തിയത്. സ്റ്റോക്സിന്റെ നേതൃത്വപരമായ കഴിവുകളെയും ബാറ്റ്സ്മാൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെയും കൈഫ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ആദ്യ ഇന്നിംഗ്സിൽ ഗോൾഡൻ ഡക്കായി പുറത്തായതും പരിഹാസങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിനെ ചുറ്റിപ്പറ്റിയുള്ള ആവേശം ഒരിക്കലും മനസ്സിലായിട്ടില്ലെന്നും ആദ്യ ടെസ്റ്റിൽ ബാറ്റ്സ്മാൻമാർ ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് നയിച്ചുവെങ്കിലും സ്റ്റോക്സിന് അധികം സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുമാണ് മുഹമ്മദ് കൈഫ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന നേതൃത്വപരമായ മാസ്റ്റർ സ്ട്രോക്കുകളിൽ ഏതെങ്കിലും എനിക്ക് നഷ്ടമായിട്ടുണ്ടോ എന്ന് ദയവായി അറിയിക്കുക എന്ന് പരിഹസിച്ചുകൊണ്ട് കൈഫ് എക്സിൽ എഴുതിയിട്ടുണ്ട്. കൈഫിന്റെ പരാമർശത്തോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രതികരണങ്ങൾ എത്തുന്നുണ്ട്. ഒരു ഇന്ത്യൻ താരം ബെൻ സ്റ്റോക്സിന്റെ റെക്കോർഡ് തകർത്തതും വാർത്തയായിരുന്നു. ടെസ്റ്റ് പരമ്പരയിൽ കിടിലൻ ഫോമിലാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത്. പരമ്പരയിലെ ആദ്യ കളിയിൽ സെഞ്ചുറി നേടിയിരുന്ന പന്ത് രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. 58 പന്തുകളിൽ 8 ഫോറുകളും 3 സിക്സറുകളും അടക്കം 65 റൺസാണ് പന്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. ഈ കളിക്കിടെയാണ് ഒരു കിടിലൻ റെക്കോർഡും ഋഷഭ് പന്ത് സ്വന്തമാക്കിയത്. രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ പന്ത് നേടിയ രണ്ടാമത്തെ സിക്സാണ് അദ്ദേഹത്തെ റെക്കോർഡ് ബുക്കിൽ എത്തിച്ചത്. ഇതോടെ ഒരു എവേ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സിക്സറുകൾ ടെസ്റ്റിൽ നേടുന്ന ബാറ്റർ എന്ന നേട്ടം പന്ത് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സിനെ ഈ നേട്ടത്തിലാണ് പന്ത് പിന്തള്ളിയത്. ഇംഗ്ലണ്ടിൽ കളിച്ച ടെസ്റ്റ് മത്സരങ്ങളിൽ 23 സിക്സറുകളാണ് ഋഷഭ് പന്തിന്റെ സമ്പാദ്യം. ദക്ഷിണാഫ്രിക്കയിൽ 21 സിക്സറുകൾ പറത്തിയാണ് ബെൻ സ്റ്റോക്സ് ഇത്രയും നാൾ ഈ റെക്കോർഡ് കൈവശം വെച്ചിരുന്നത്. ഒരു വിദേശ രാജ്യത്ത് കൂടുതൽ സിക്സറുകൾ നേടിയ ബാറ്റർമാരെ നോക്കിയാൽ ഋഷഭ് പന്ത് ഇംഗ്ലണ്ടിൽ 23 സിക്സറുകൾ, ബെൻ സ്റ്റോക്സ് ദക്ഷിണാഫ്രിക്കയിൽ 21 സിക്സറുകൾ, മാത്യു ഹേഡൻ ഇന്ത്യയിൽ 19 സിക്സറുകൾ, വിവിയൻ റിച്ചാർഡ്സ് ഇംഗ്ലണ്ടിൽ 16 സിക്സറുകൾ, ഹാരി ബ്രൂക്ക് ന്യൂസിലൻഡിൽ 16 സിക്സറുകൾ എന്നിങ്ങനെയാണുള്ളത്. ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സിന് മുമ്പ് പരിശീലകൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു. ഈ സാഹചര്യത്തിൽ സമനിലയിലെങ്കിലും ഇംഗ്ലണ്ട് എത്തുമെന്ന് പ്രതികരിച്ച ഇംഗ്ലണ്ടിന്റെ അസിസ്റ്റന്റ് പരിശീലകൻ മാർക്കസ് ട്രസ്കോത്തിക് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം പ്രധാനമായും വിജയത്തിന് പിന്നാലെ പോവുക എന്നതാണെങ്കിലും സമനിലയും നല്ല ഫലമാകുമെന്നും പറയുന്നുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ടീം ജയിക്കുകയോ തോൽക്കുകയോ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് ചിന്തിക്കാൻ ഇംഗ്ലണ്ട് മണ്ടന്മാരല്ലെന്നും മുൻ ഇംഗ്ലണ്ട് ഓപ്പണർ കൂടിയായ മാർക്കസ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ട് ലക്ഷ്യത്തിലേക്ക് പോകണോ അതോ കളി അവസാനിപ്പിക്കണമോ എന്ന് മുൻകൂട്ടി തീരുമാനിക്കില്ലെന്നും കളിയെ എങ്ങനെയാണ് സമീപിക്കണമെന്നത് തീരുമാനിക്കേണ്ടത് ക്രീസിലിരിക്കുന്ന കളിക്കാരാണെന്നും ട്രസ്കോത്തിക് പറഞ്ഞത് വൈറലായിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.